ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹരീഷിനെ ശ്രീലക്ഷ്മിയും വീട്ടിലേക്ക് വിളിക്കുന്ന വേണുവിനെയാണ്. നിങ്ങൾ എപ്പോഴാ എന്നെ സ്വന്തം മകനായിട്ട് കണ്ടിട്ടുള്ളത്? അതുമല്ല, ഞങ്ങൾക്ക് എന്താണെങ്കിലും ആ വാടക വീട്ടിൽ വന്ന് താമസിക്കാനായിട്ട് ഇഷ്ടമില്ലെന്നും തീർത്ത് പറയുകയാണ് ഹരീഷ്. ഇത് കേൾക്കുന്ന വേണുവിനും രാധമ്മയ്ക്കും പ്രിയയ്ക്കും വിഷമമാകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് രാജുവിനോട് ഈ വിശേഷം പറഞ്ഞായിരുന്നു എന്ന് വേണു ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ശ്രീ പറയുകയാണ്. ഇത് കേൾക്കുന്ന വേണു ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് രാജുവിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഋതികയുടെ വീടാണ്. ഇന്നെന്താണെങ്കിലും രണ്ടുപേരെയും വിടത്തില്ലെന്നും ഇവിടെ തന്നെ നിൽക്കണമെന്നും സരസ്വതി തീർത്ത് പറയുമ്പോൾ എനിക്ക് ചെന്നിട്ട് കുറച്ച് ജോലിയുണ്ടെന്നും അതുകൊണ്ട് പോകണമെന്നും പറയുകയാണ് രാജു. അവന് ഇത്ര വലുതായിട്ടും അച്ഛനെയും അമ്മയും കാണാതെ ഉറക്കം വരില്ലെന്ന് പ്രതാപൻ പറയുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് രാജുവിനെ നോക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം പ്രതാപന് ഒരു ഫോൺ കോൾ വരികയാണ്. സാർ, നമ്മൾ വിതരണം ചെയ്ത ഭൂരിഭാഗം ലാപ്ടോപ്പുകളും കംപ്ലൈൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് സ്കൂളുകളിൽ നിന്നെല്ലാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്യുന്നു. തുടർന്ന് പ്രതാപൻ മനസ്സിൽ പറയുകയാണ്, ലാപ്ടോപ്പ് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയത് രാജുവാണല്ലോ. രാജുവിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു തെറ്റുപറ്റാൻ സാധ്യതയുമില്ല. പിന്നെ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? രാജുവിൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ ഇന്ന് ഒന്നും ചോദിക്കേണ്ടെന്നും പ്രതാപൻ മനസ്സിൽ തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേണു രാജുവിനെ ഈ കാര്യം വിളിച്ചു പറയുന്നതാണ്. ഇത് കേൾക്കുന്ന രാജു അവരോടെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പോയി വരാനായി സരസ്വതി പറയുന്നു. അങ്ങനെ രാജു ഋതികയും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അതേസമയം പ്രതാപന്റെ മുഖത്തെ വിഷമം കണ്ടുകൊണ്ട് എന്തു പറ്റിയെന്ന് ശേഖരൻ ചോദിക്കുന്നു. എനിക്ക് അത്യാവശ്യമായി ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് ദീപകിനെ മാറ്റി നിർത്തിക്കൊണ്ട് അംബിക പറയുകയാണ്, എടാ ദീപകെ, പ്രതാപൻ എന്താണെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ട്. നീയേ വേഗം എന്താണെങ്കിലും പ്രതാപനെ ഫോളോ ചെയ്തു പോകാനായി അംബിക പറയുമ്പോൾ ദീപക് പെട്ടെന്ന് തന്നെ പ്രതാപന്റെ പിന്നാലെ ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹരീഷിന്റെ വീടാണ്. രുക്മിണിയോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നോ എന്ന് രാധമ്മ ചോദിക്കുമ്പോൾ പറഞ്ഞെന്നും പക്ഷെ എന്താണെങ്കിലും അമ്മയൊന്നും വരാൻ പോകുന്നില്ലെന്നും ഇപ്പോഴല്ലേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്, രമ്യ ഇപ്പോഴും ഒരു രോഗിയെ പോലെ തന്നെയാ പെരുമാറുന്നതെന്നും ഹരീഷ് പറയുന്നു. തുടർന്ന് എല്ലാം കേട്ടതിന് ശേഷം വേണു മനസ്സിൽ പറയുകയാണ്, ഇവൻ പതിയെ പതിയെ രുക്മിണിയുടെ മകനായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷത്തെ കൂടെ ബാധിക്കും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് രാജു ഋതികയും കൂടി ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതാണ്. രാജുവിനെ കണ്ടയുടൻ തന്നെ സന്തോഷത്തോടെ ഓടി ചെല്ലുകയാണ് ശ്രീലക്ഷ്മി. തുടർന്ന് ഋതിക മധുരപലഹാരങ്ങൾ കൊടുക്കുമ്പോൾ അത് മേടിക്കാതെ മടിച്ചു നിൽക്കുകയാണ് ശ്രീലക്ഷ്മി. ഇത് കണ്ടുകൊണ്ട് ഋതിക പറയുകയാണ്, ഇത് ഞാൻ വാങ്ങിയതല്ല, നിന്റെ ഏട്ടൻ തന്നെ വാങ്ങിയതാ. രാധമ്മയും വേണുവെങ്കിലും കൂടി ഇത് കൊടുത്താൽ മതിയെന്ന് കൂടി ഋതിക പറയുമ്പോൾ അതൊന്നും ശരിയാകില്ലെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാധമ്മ. തുടർന്ന് നിങ്ങൾ തന്നെ കൊടുത്താൽ മതിയെന്ന് പ്രിയ പറയുമ്പോൾ രാജുവും ഋതികയും ചേർന്ന് ശ്രീലക്ഷ്മിക്ക് മധുരപലഹാരങ്ങൾ കൊടുക്കുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഹരീഷ്. പിന്നീട് കാണിക്കുന്നത് പ്രതാപന്റെ വീടാണ്. സത്യത്തിൽ എന്താ ഉണ്ടായതെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഒരാൾ പറയുകയാണ്, അത് പിന്നെ സാർ 2-3 ലാപ്ടോപ്പുകൾ പൊട്ടിത്തെറിക്കുകയുണ്ടായി. അതുമല്ല എല്ലാത്തിനും സോഫ്റ്റ്വെയർ പ്രശ്നമാണ്. ഇതിൻ്റെ ഇടയിൽ എന്തോ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് വിതരണം ചെയ്ത ലാപ്ടോപ്പുകളെല്ലാം റിട്ടേൺ കിട്ടാനും കൂടാതെ ലാപ്ടോപ്പ് വിതരണം നിർത്തിവെക്കാനുമുള്ള ഓർഡറുകൾ പാസ്സാക്കാനായി പ്രതാപൻ അയാളോട് പറയുമ്പോൾ അയാൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ഓടി വരുന്ന ദീപകിനെയാണ്. തുടർന്ന് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷം ദീപക് പറയുകയാണ്, മിക്കവാറും രാജു മാത്രമല്ല ഇയാള് അകത്തു പോകുന്ന വകുപ്പ് കൂടിയാണ്. ഇത് കേൾക്കുന്ന അംബികയ്ക്ക് സന്തോഷമാകുന്നു. അല്ലമ്മേ, അവർ ജയിലിലേക്ക് എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ദീപക് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന അംബികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.